സംഭവം കൊള്ളാം. ഇഷ്ടമുള്ളതിൽ വെച്ച് പുള്ളിയുടെ ഒരു അഭിനയ മികവ് അടിപൊളി. അത് തന്നെയായിരുന്നു. വേറെ നമ്മൾ സൈക്കോ എന്ന് വിചാരിക്കുന്ന ആൾ സൈക്കോ അല്ല. കുഴപ്പമില്ല, ഒരു വട്ടം കണ്ടിരിക്കും. ഭയങ്കര പ്രതീക്ഷയിലൊന്നും അല്ല, വൺ ടൈം വാച്ചബിൾ ആയിട്ടുണ്ട്. കൊള്ളാം. ആസിഫ് നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അഭിനയം തന്നെ ആസിഫ് നല്ലതായിട്ട് നല്ല പടം. വ്യത്യസ്തമാണ്, നമ്മൾ ഇവർ കാണാനൊരു മൂവിയാണ്. കൊള്ളാം, വൺ ടൈം വാച്ചാണ്, കുഴപ്പമില്ല. കൊള്ളാം, സർവൈവലല്ല, കൊള്ളാം, സംഭവം കൊള്ളാം. കൊള്ളാം, അഭിനയം കൊള്ളാം, നമ്മൾ നല്ല എന്റർടൈനിങ് ആണ്. കൊള്ളാം, കുഴപ്പമില്ല. അതുപോലെ ഇരിക്കും. ഒരു 3 ക്യാരക്ടേഴ്സിനെ മാത്രം വെച്ച് പോകുന്ന ഒരു കഥയാണ്. ആസിഫ് അലി ഒരു ഗ്രാൻഡ് റോളാണ്. പുള്ളിയുടെ അഭിനയ മികവ് ഏറ്റവും കൂടുതൽ തെളിഞ്ഞു കാണുന്ന ഒരു ടൈപ്പ് റോളാണെന്ന് പറയാം. പുള്ളി ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് പുള്ളിയുടെ ഒരു അഭിനയ മികവ് ഏറ്റവും കൂടുതൽ പുറത്ത് കൊണ്ടുവന്ന ഒരു റോളാണെന്ന് പറയാം. അത് അറിഞ്ഞൂടാ, കിട്ടുമായിരിക്കും ചിലപ്പം. ആക്ടിങ് എന്തായാലും ടോപ്പ് ആയിട്ടുണ്ടായിരുന്നു. സ്റ്റോറി ഒരു ഡാർക്ക് മോഡിലുള്ള പടമാണ്. എന്ന് വെച്ചാൽ ഇപ്പം 3 ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. ആ ക്യാരക്ടേഴ്സ് മാത്രം ഒരു ഡെസേർട്ട് ബേസിൽ നടക്കുന്ന ഒരു സംഭവമാണ്. പറഞ്ഞാൽ അത് സ്പോയിലറായി പോകും. എന്തായാലും കൊള്ളാം. ഒരു ത്രില്ലർ അല്ലെങ്കിൽ സൈക്കോ ത്രില്ലർ പ്രതീക്ഷിച്ച് കാണാൻ പറ്റും. മലയാള സിനിമയുടെ പുതിയ ഒരു കഥയാണോ ഈ സിനിമ പറയുന്നത്? ഒരു നമ്മളൊരു ക്രൈം ത്രില്ലർ അല്ലെങ്കിൽ സൈക്കോ ത്രില്ലർ അതുപോലെ അങ്ങനെ കാണുന്ന ഒരു ഇത് വെച്ച് നോക്കിയാൽ ഒരു ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു കഥയാണെന്ന് പറയാം. നല്ല പടം കാണാം, അടിപൊളി. ആസിഫ് അലി സൂപ്പർ, വെറൈറ്റി, നല്ല പടം. ലുക്കൊക്കെ അടിപൊളിയാണ്, ഭയങ്കര ട്വിസ്റ്റും കാര്യങ്ങളും എല്ലാം കൊള്ളാം, നല്ല ത്രില്ലിംഗ് ആയിരുന്നു. അല്ല പോസ്റ്ററിൽ ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ഇപ്പം ഇവൻ വിളിച്ചിട്ട് അവൻ ടിക്കറ്റ് എടുത്ത് തരാൻ കാണാൻ പോകാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് വന്നായിരുന്നു. പക്ഷെ കണ്ടപ്പോൾ സൂപ്പർ പടം, നല്ല പടം അടിപൊളി. എടുത്ത് പറയാൻ കുറെ ട്വിസ്റ്റും കാര്യങ്ങളുണ്ട്. മെസ്സേജ് ഇത്തിരി ഒരു സൈക്കോ പോലെയാണ്, അങ്ങനെ ഒരു ത്രില്ലിങ്. ആസിഫ് അടിപൊളിയാണ്, കൊള്ളാം. മറ്റുള്ളവരും അമല പോളായാലും ഷർഫ് അയാളെ എല്ലാവരും അടിപൊളി, നല്ല പടം. കൊള്ളാം. അവൻ്റെ അടുത്ത് ചോദിച്ചാൽ അവൻ പറഞ്ഞിട്ട് ഇതുവരെ കാണാത്ത വെറൈറ്റി സ്റ്റോറിയാണ്. വെറൈറ്റി കുഴപ്പമില്ല. ആസിഫ് അലിയുടെ ആക്ടിങ് വൈസ് കൊള്ളായിരുന്നു. അല്ലാതെ സ്റ്റോറി വലിയ ഇതൊന്നുമില്ല, എപ്പോഴും കാണുന്ന പോലത്തെ ടൈപ്പ് കഥ തന്നെയായിരുന്നു. വേറെ കണ്ടിരിക്കുക അത്ര തന്നെ. ഓവറോള് ഒരു ആവറേജ് പടം എന്നേ പറയാൻ പറ്റുള്ളൂ. വേറെ വലുതായിട്ടുള്ള ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. ആക്ടിങ് വൈസ് ആസിഫ് അലി പൊളിച്ച്, അമല പോൾ, ഷറഫുദ്ദീൻ ഓക്കെയാണ്. ഇത്രേ ഉള്ളൂ പറയാം. കണ്ടിരിക്കാം, അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു എന്ത് പറ്റി ഒരു മനസ്സിലാവുന്ന കാര്യം സൈക്കോ പടം അല്ല, എങ്ങനെ മനസ്സിലാവും? ബ്രോ കണ്ടില്ല? ഞാൻ കണ്ടില്ല. കാണാനുള്ള മനസ്സിലാവില്ല. ട്വിസ്റ്റുകളുണ്ട് അപ്പോഴപ്പോഴും. ആരാണ് വില്ലൻ എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ്. 3 പേരും ഒരു, പക്ഷേ നമ്മൾ സൈക്കോ എന്ന് വിചാരിക്കുന്ന ആൾ സൈക്കോ അല്ല. അവസാനം ഒരു ഇതുണ്ട്, അത് കാണുമ്പോൾ മനസ്സിലാവും. പടത്തിൽ എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു സൈക്കോ പടം, അത് തന്നെ പറയാൻ. വേറെ ഒന്നും പറയില്ല. മെസ്സേജ് ഒന്നുമില്ല, അങ്ങനെ മെസ്സേജ് ഒന്നും ഇല്ല. അങ്ങനെ ഒരു പടം നല്ല പടമാണ്. കുഴപ്പമില്ല, ഒരു വട്ടം കണ്ടിരിക്കാനൊക്കെ കൊള്ളാം. പടം കൊള്ളാം. എടുത്തു പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സസ്പെൻസ് ഉണ്ട്. ഇപ്പോൾ കൊലപാതകം ആരാണെന്ന് മനസ്സിലാകത്തുമില്ല. അതിൽ സൈക്കോട്ടൊക്കെയാണ് കാണിച്ചിറങ്ങുന്നത്. വേറെ ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ പിന്നെ ഫുള്ള് കണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റ് ഒന്നും മനസ്സിലാവുന്നില്ല. ക്ലൈമാക്സിൽ ഇപ്പോൾ ഫഹദ് ഫാസിലിനെ ആസിഫ് അലിയെ ഇതുപോലെ കൊല്ലുന്നതായിട്ടാണ് കാണിക്കുന്നത്. അമല പോൾ അടിച്ച് കൊല്ലുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ലാസ്റ്റ് അമല പോളാണ് മരിക്കുന്നത്. എങ്ങനെയാണെന്നൊന്നും കാണിക്കുന്നില്ല. പക്ഷെ പടം ഒരു പ്രാവശ്യമൊക്കെ കൊള്ളാം. ഒരു മാജിക് ആണോ പടം? എടുത്ത് ഒക്കെ പറയത്തൊക്കെ ആയിട്ട് ഇതിലൊന്നുമില്ല. വേറെ അങ്ങനെ ഒന്നുമില്ല. റിയൽ ആയിട്ടുള്ള കഥയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട്? പക്ഷെ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഇല്ല, ഒരു എടുത്ത് പറയാനായിട്ട് അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. എന്നാലും ജസ്റ്റ് കൊള്ളാം, അത്ര സിനിമ കണ്ട് ഒരു വട്ടം കണ്ടിരിക്കുക, അത്ര. കൊള്ളാം, അടിപൊളി. ഭയങ്കര പ്രതീക്ഷയിലൊന്നും അല്ല, വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള നല്ല ഫിലിം. സൈക്കോ ത്രില്ലറാണ്, കൊള്ളാം.
നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ച് അവസാനം കൈയടിപ്പിക്കുന്ന വിധത്തിൽ കുറച്ചുണ്ട്. വെറൈറ്റി ആണോ? ആ വെറൈറ്റി പഴയ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ സ്ഥിരം കണ്ടുവരാറുള്ള എല്ലാം കോപ്പി എടുത്തിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. മൂന്ന് ക്യാരക്ടേഴ്സ് അടിപൊളിയായിട്ട് ബോറടിപ്പിക്കാതെ നമ്മളെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. വ്യത്യസ്ത ലുക്കും ക്യാരക്ടർ നല്ല ക്യാരക്ടറാണ്. നമുക്ക് മനസ്സിലാവൂല അവര് സൈക്കോ ആണ് ആരാണ് വലിയ സൈക്കോ. അതിൽ 3 പേരും ചെറുതായിട്ടാ